Hi my dear students, once again welcome back to trigonometry functions. Trigonometry functions ന്റെ ഈ 11ാമത്തെ ക്ലാസ്സുകളിൽ നമ്മൾ trigonometry functions ന്റെ ഗ്രാഫുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ trigonometry functions ന്റെ ഗ്രാഫുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്രാഫും അതിന്റെ പീരിയോഡിസിറ്റി, അതിന്റെ ഗ്രാഫിന്റെ മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, മീൻസ് അതിന്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള മീൻസ് ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയാസ് ആണ്. ഈ ഐഡിയാസ് നന്നായിട്ട് കോൺക്രീറ്റൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ചില ഫോർമുലകൾ മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ പ്രത്യേകതകൾ നന്നായിട്ട് നമുക്ക് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ അപ്പിയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസിനെ ഏത് തരത്തിൽ ചോദിച്ചാലും അതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണമെങ്കിൽ അതിന്റെ തിയറി പാർട്ട് നന്നായിട്ട് അറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിന്റെ ഗ്രാഫ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സൈന്റെയും കോസിന്റെയും ഒക്കെ നമ്മൾ വളരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ബാക്കിയുള്ള ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ഗ്രാഫിലേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ, നമുക്ക് നമ്മുടെ യൂണിറ്റ് സർക്കിൾ ഒന്ന് ഒരിക്കൽ കൂടി എടുക്കാം. യൂണിറ്റ് സർക്കിൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ യൂണിറ്റ് സർക്കിളിന്റെ സെന്റർ O ആണ്. നമ്മൾ ഇതിനുള്ള ഒരു പോയിന്റ് എടുത്തു, P10 എന്നുള്ള പോയിന്റ് എടുത്തു. ഇപ്പൊ ഈ OP എന്നുള്ള ലൈന് നമ്മുടെ എക്സ് ആക്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അതിന്റെ 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ 0 ആണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് കോസ് തീറ്റയും y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ടാൻ തീറ്റയാണ് വേണ്ടത്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമ്മൾ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട് y/x എന്ന. അപ്പോൾ y കോർഡിനേറ്റ് ബൈ x കോർഡിനേറ്റ് എന്ന് പറയുന്നതാണ് ടാൻ തീറ്റ. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചു വരാം. നമ്മുടെ ഗ്രാഫിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ ഇപ്പോൾ 1ഉം 0ഉം ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, y എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമ്മുടെ ഈ ട്രിഗ്നോമെട്രിയുടെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, y എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഇത് ടാൻ 0 ആണ്. അപ്പോൾ നമുക്ക് ടാൻ 0 എന്ന് തന്നെ എഴുതാം. ടാൻ 0 എന്ന് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ടാൻ 0 എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ 0 ആണ്, x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 0/1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0/any നമ്പർ ഈസ് 0 തന്നെ. അപ്പോൾ ടാൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ടാൻ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആംഗിൾ 0 ആകുമ്പോൾ ടാനിന് ഇവിടെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ആംഗിൾ എന്ന് പറയുന്നത് ഇത്തിരി കൂട്ടുകയാണ്. അത് നമുക്കറിയാം ആദ്യം നമ്മൾ എടുക്കുന്നത് 30 ഡിഗ്രിയാണ്. അപ്പോൾ π/6 എന്നാണ്. ഞാൻ π/6 എന്ന് ഒന്ന് അടിച്ചു കൊടുക്കാം. π/6 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് കോർഡിനേറ്റ് 0.87 ആണ്, y കോർഡിനേറ്റ് 0.5 ആണ്. അപ്പോൾ നമുക്കറിയാം അതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ടാൻ 30 സൈൻ 30 1/2 ആണ്, അതാണ് 0.5. കോസ് 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്, അതാണ് 0.87. ഇപ്പൊ ടാൻ 30 എന്ന് പറഞ്ഞാൽ y/x ആണ്, ദാറ്റ് ഈസ് 0.5 ഡിവൈഡഡ് ബൈ 0.87 എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ റേഷ്യോസിലേക്ക് നമുക്കൊന്ന് മാറ്റാം. ടാൻ 30 എന്ന് പറഞ്ഞാൽ π/6 വരും. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് 1/√3 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് 1/√3 ആണ് നമുക്ക് അറിയാം, നമ്മുടെ ഫോർമുല വെച്ച് നമുക്കറിയാം. നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ പോയിന്റ് ആണ്, 0.8 y/x എന്നാണ്. സോ 0.5/0.87 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇതിനിടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് വരുന്നത് അല്ലെ. നമുക്കറിയാം 1/√3 ആണ്. 1/√3 എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുള്ള പേര് നമുക്ക് ഒന്ന് നോക്കിയേക്കാം. കാൽക്കുലേറ്ററിന്റെ സഹായത്തോടെ നമുക്കൊന്ന് നോക്കിയേക്കാം. 1 ഡിവൈഡഡ് ബൈ √3 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 3 ഈസ് ഈക്വൽ ടു 0.5773 എന്നാ പോണേ. അത് നമുക്ക് 0.58 എന്ന് ആക്കി എഴുതാം.
അതാണ് നമ്മുടെ ശരിക്കുമുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇതൊന്ന് നോക്കാം. y/x ആണല്ലോ. അപ്പോൾ നമ്മൾ അതൊന്ന് എഴുതി നമുക്ക് പോകാം. 0.58 എന്നാണ് ഇപ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ y/x തന്നെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. y എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാഫിലുണ്ട്. y എന്ന് പറഞ്ഞാൽ 0.5 ആണ്, x എന്ന് പറഞ്ഞാൽ 0.87 ആണ്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്ററിലേക്ക് വീണ്ടും ഒന്ന് പോകാം. y/x, y എന്ന് പറഞ്ഞാൽ 0.5 ഡിവൈഡഡ് ബൈ 0.87 എന്ന് പറഞ്ഞാൽ 0.57. അത് നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ടാണ്, ഡെസിമൽ പാർട്ടിന് കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തിരി വ്യത്യാസം വന്നിരിക്കുന്നത്. എങ്കിൽ നമുക്ക് ഫസ്റ്റ് 2 ഡെസിമൽ എടുത്ത് നമുക്ക് അറിയാൻ സാധിക്കും 0.57 തന്നെയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന y/x വാല്യൂ കണ്ടുപിടിച്ചാലും നമുക്ക് കിട്ടുന്നത് 0.57 തന്നെയാണെന്നൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഇത്തരത്തിൽ എഴുതിയത്. സോ ഇറ്റ് ഈസ് 0.577, ദാറ്റ് ഈസ് 0.58 നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. അപ്പോൾ tan 30യുടെ വാല്യൂ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഈ വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടാം. 45, tan 45 എത്രയാണ് നമുക്ക് നോക്കാം. 45 എന്ന് പറഞ്ഞാൽ π/4 ആണ്. π/4 എന്ന് പറഞ്ഞാൽ 1/√2 1/√2 ആണ്. 0.71 എന്ന് പറയുന്നത് 1/√2 കറസ്പോണ്ടിങ് വാല്യൂ ആണ്. അപ്പോൾ വീണ്ടും അത് y കോർഡിനേറ്റും x കോർഡിനേറ്റും സെയിം ആണ്. അതുകൊണ്ട് തന്നെ y/x എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ ഒന്ന് എഴുതി നോക്കാം. tan 45 എന്ന് പറഞ്ഞാൽ π/4 ആണ്. ദറ്റ് ഈസ് 0.71 ഡിവൈഡഡ് ബൈ 0.71, ദറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ tan 0-ൽ നമ്മൾ തുടങ്ങി. 0-ൽ നിന്ന് tan 0 ആയിരുന്നു. tan 30 ആയപ്പോൾ ഇത്രയും കൂടെ കൂടി. tan 45 ആയപ്പോൾ കുറച്ചും കൂടെ കൂടി. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫാണ് നമുക്കിവിടെ കിട്ടിയത്. ഞാൻ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1-ലാണ്. π/4 ആണെങ്കിൽ 1-ലാണ്. ഇനി അത് വീണ്ടും ഞാൻ കുറച്ചും കൂടെ കൂട്ടുകയാണ്. ആംഗിൾ കൂട്ടി നമ്മുടെ 45 ആണ്, 60 ആക്കാൻ പോവാണ്. 60 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം π/3 ആണ്. സോ π/3 എന്ന് പറഞ്ഞാൽ പോയിന്റ് x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ cos θ ആണ്. cos 60 that is 1/2, sin 60 that is 0.87. അപ്പോൾ tan 60 എന്ന് പറഞ്ഞാൽ y/x ആണ്. നമുക്ക് നോക്കാം y/x-ന് കറസ്പോണ്ടിങ് വാല്യൂ എത്രയാണ്. y എന്ന് പറഞ്ഞാൽ 0.87. സോ tan 60 that is π/3, that is 0.87 divided by 0.5 അല്ലെ, 0.5. y/x ആണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കാം. 0.87 divided by 0.5 is equal to 1.74 ആണ്. 1.74. അപ്പോൾ നമുക്ക് അതിന്റെ വാല്യൂ ഒന്ന് എഴുതാം. 1.74. ഓക്കെ, ഇനി നമ്മുടെ tan 60യുടെ നമ്മുടെ വാല്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ടേബിളിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് √3 എന്നാണ്. √3യുടെ കറസ്പോണ്ടിങ് വാല്യൂയും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം. √3യുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ √3 0.173 സംതിങ് ആണ്. ഇവിടെ നമുക്ക് 2 ഡെസിമലിൽ കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാല്യൂ തന്നെയാണ് കിട്ടുന്നത്. 1.73 സംതിങ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഗ്രാഫ് ഒന്നും കൂടെ അനലൈസ് ചെയ്യാം. 0-ൽ നിന്ന് തുടങ്ങി. അപ്പോൾ tan 0 ആയിരുന്നു. tan 30 എടുത്ത് 0.58 ആയി. tan 45 എടുത്തപ്പോൾ 1 ആയി. tan 60 എടുത്തപ്പോൾ അത് 1.74 ആയി. ഇനി നമ്മുടെ ഗ്രാഫിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വീണ്ടും ഈ വാല്യൂ കൂടുവാണ്. ഇനി ഞാൻ ഇത് ഒരു 90ക്ക് അടുത്തുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണ്. 90ലേക്ക് എത്തുക. 90ലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അപ്പോൾ 90 നമുക്കൊന്ന് കൊടുത്തു നോക്കാം. π/2 എന്ന് വരും. π എന്ന് പറഞ്ഞാൽ 3.14. അപ്പോൾ 3.14 ഡിവൈഡഡ് ബൈ 2. ഇപ്പോ നമുക്ക് അതിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് ഇവിടെ കാണാൻ പറ്റത്തില്ല. ഞാൻ അതിന്റെ കാണാൻ പറ്റാത്തതിന്റെ കാരണം എന്താണെന്ന് ഞാൻ നമ്മളോട് പറഞ്ഞുതരാം. ഇവിടുത്തെ നമ്മുടെ y കോർഡിനേറ്റ് 90 കൊടുക്കുമ്പോൾ നമ്മുടെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. അല്ല, 1 x കോർഡിനേറ്റ്
0 ആയി. അപ്പൊ നമ്മുടെ ഫോർമുലയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? tan 90 എന്ന് പറഞ്ഞാൽ tan 90 π/2 എന്ന് പറഞ്ഞാൽ y/x y 1 ആണ്, x 0 ആണ്. x 0 ആണ്, ഡിനോമിനേറ്റർ 0 ആയി കഴിഞ്ഞാൽ such quantities cannot be defined. നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനെ ഇൻഫിനിറ്റി എന്ന് നോട്ട് ചെയ്യുന്നത്. ഇൻഫൈനൈറ്റ് cannot be defined. അപ്പോൾ നോക്കിക്കേ മക്കളെ, ഈ ഗ്രാഫ് ഞാനൊന്ന് നിങ്ങളെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ ആംഗിൾ 0-ൽ എത്തിയിരിക്കുകയാണ്. 0-ൽ നിന്ന് ലേശം കൂടുകയാണ്. അപ്പോൾ അതിന്റെ ഗ്രാഫ് പോകുന്നത് നിങ്ങൾ നോക്കിക്കോളൂ. 0-ൽ നിന്ന് നോർമലി അത് ഗ്രാജുവലി കൂടുമ്പോൾ അതിന്റെ ഗ്രാഫ് മുകളിലേക്ക് പോവാണ്. പോയി അത് കുറെ കൂടെ മൂവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നു. കണ്ടോ, 90-ലേക്ക് അടുക്കും തോറും അതിന്റെ വാല്യൂ പോകുന്നുണ്ടോ, വളരെ വലിയ. ഇപ്പോൾ നമുക്ക് 0.77 ആയിട്ടുള്ളൂ. 77 ആയപ്പോൾ തന്നെ അത് ഓൾമോസ്റ്റ് ഒരു 5-നടുത്തെത്തി. ഈ കുറച്ചും കൂടെ കൂടുമ്പോൾ നമുക്കറിയാൻ സാധിക്കും അത് വീണ്ടും കൂടി. ഇപ്പൊ ഏതാണ്ട് ഒരു 8-നൊക്കെ അടുത്തെത്തി. ഇപ്പൊ നമുക്ക് 83 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് വീണ്ടും അത് കൂടുവാണെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ കൂടി അത് ഇങ്ങനെ വലിയ വാല്യൂസിലേക്ക് എത്തും, വലിയൊരു വാല്യൂയിലേക്ക് പോവാം. അപ്പോൾ ഇത് അതിന്റെ ഒരു ഗ്രാഫിന്റെ ഒരു പ്രത്യേകതയാണ്. അതായത് 90-ലേക്ക് എത്തുമ്പോൾ, 90-ൽ ഇപ്പൊ നമ്മൾ എത്തിക്കഴിഞ്ഞു. 90-ൽ എത്തിക്കഴിഞ്ഞപ്പോൾ അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു വാല്യൂ ആയിട്ട് പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇതിൽ ഗ്രാഫിലേക്ക് ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമുക്ക് തിരിച്ച് വരാം. 90-ൽ എത്തിയപ്പോൾ അത് നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയി മാറി. 90 ഡിനോമിനേറ്റർ 0 ആകുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ ഗ്രാഫ് വീണ്ടും അപ്പോൾ 90 എത്തി. അപ്പോൾ 0-ൽ നിന്ന് 90-ലേക്ക് എത്തുമ്പോൾ ഇതിന്റെ ആംഗിൾ 0-ൽ നിന്ന് 90-ലേക്ക് എത്തുമ്പോൾ ടാനിന്റെ വാല്യൂ 0-ൽ നിന്ന് ഇൻഫൈനൈറ്റ് ആയിട്ട് പോവുകയാണ്. വീണ്ടും നമ്മൾ 91-ലേക്ക് എത്തുകയാണ്. 91, 92 അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് അല്ലെ. സെക്കൻഡ് ക്വാഡ്രന്റ് പോസിറ്റീവ് വരുന്നത് സൈൻ മാത്രമേ ഉള്ളൂ, സൈനും കൊസൈക്കും. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിലെ ടാൻ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് നോക്കിക്കോളൂ, ഈ ഗ്രാഫ് ആംഗിൾ പോകുന്നതനുസരിച്ച് ഗ്രാഫിലേക്ക് ഒന്ന് നോക്കിക്കോളൂ. നമ്മുടെ ഗ്രാഫ് ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ആംഗിൾ ഇപ്പോൾ വീണ്ടും കൂടി ഒരു 110 ഡിഗ്രിയൊക്കെ എത്തുകയാണ്. 110, 115. അപ്പോൾ ഇത് നെഗറ്റീവ് വാല്യൂസ് ആണ്. നെഗറ്റീവ് വാല്യൂവിൽ നിന്നും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നെഗറ്റീവ് വാല്യൂസിൽ നിന്നും അത് നെഗറ്റീവിൽ കൂടുകയാണ്. -6, -5 -4 ആയി, -3 ആയി, -2 ആയി. ഇനി അത് അപ്പോൾ നമുക്കറിയാം അടുത്ത 0-ലേക്ക് അത് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അതിങ്ങനെ പോയി 180-ൽ എത്തുമ്പോൾ എന്ത് വരും? tan 180 എന്ന് പറഞ്ഞാൽ എത്ര വരും? tan 180-ൽ അതിന്റെ പോയിന്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 180 എന്ന് പറയുമ്പോൾ നമ്മൾ എത്തിയിട്ടില്ല, 177 ആയിട്ടുള്ളൂ. യെസ്, 180-ൽ എത്തുമ്പോൾ 180 ആയി. 180-ൽ എത്തുമ്പോൾ അതിന്റെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ യെസ് y കോർഡിനേറ്റ് 0-യോട് ഓൾമോസ്റ്റ് 0 ആണ്. ഇപ്പോൾ 180 കൃത്യം 180 ആയിട്ടില്ല, ഞാൻ 3.14 അടിക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് 180 കിട്ടും. ഇപ്പൊ നമുക്ക് കാണാൻ 1 തന്നെ അടിക്കും. ഇപ്പോൾ 180 ഡിഗ്രി ആയി. ഈ 180 ഡിഗ്രിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് കണ്ടോ, y 0 ആണ്. x കോർഡിനേറ്റ് -1 ആണ് വരേണ്ടത്. അപ്പോൾ ശരിക്കും x കോർഡിനേറ്റ് എന്തായാൽ പോലും y കോർഡിനേറ്റ് 0 ആവുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ tan 180 എന്ന് പറഞ്ഞാൽ എത്ര വരും? tan 180 π y/x ആണ്. y എന്ന് പറഞ്ഞാൽ 0 ആണ്, x എന്ന് പറഞ്ഞാൽ -1 ആണ്. വാല്യൂ ഈസ് ഈക്വൽ ടു 0 ആവും. അപ്പോൾ tan 180 0 ആവും. നമ്മുടെ ഗ്രാഫിലേക്ക് നോക്കിക്കോളൂ മക്കളെ. ഗ്രാഫിൽ tan 180 0 നോക്കിക്കേ. യെസ്. ഇനി വീണ്ടും നമ്മൾ അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ tan നെഗറ്റീവ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ എന്താ സംഭവിച്ചു നോക്കിക്കേ. -∞ നിന്ന് താഴേന്ന് വരെയാണ്, വലിയ വാല്യൂ ആണ്. നെഗറ്റീവിലെ ഏറ്റവും ചെറിയൊരു വാല്യൂ ആണ്. അതിൽ നിന്ന് വീണ്ടും കൂടി ഗ്രാജുവലി കൂടിയത് മൈനസിൽ നെഗറ്റീവ് ഇൻഫൈനൈറ്റ് ആയിരുന്ന സാധനം കൂടി 0-ലെത്തി. ഇനി നമ്മൾ വീണ്ടും തേർഡ് ക്വാഡ്രന്റ്, തേർഡിലേക്ക് പോവാണ്. തേർഡിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 180 ആയി കഴിഞ്ഞാൽ കൂടുതലായിരിക്കും. 180 കഴിഞ്ഞാൽ കൂടുതലാണെങ്കിൽ ടാന്റെ വാല്യൂ തേർഡ് ക്വാഡ്രന്റിലാവും. തേർഡിൽ ടാൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. അപ്പൊ ഞാൻ 181 ഒക്കെ ആക്കുവാണ് ഡിഗ്രി. അപ്പൊ എന്ത് സംഭവിക്കും നമുക്കൊന്ന് നോക്കാം. ഇതാ ഈ വാല്യൂ ഗ്രാജുവലി കൂടുന്നു. അപ്പൊ ടാനിന്റെ വാല്യൂ കൂടി കണ്ടോ, ഇവിടെ ഗ്രാഫിൽ നോക്കി കാണാൻ സാധിക്കും. അത് വളരെ വലിയ വാല്യൂ ആയിക്കൊണ്ടിരിക്കുക. വീണ്ടും അത് കൂടുന്നു.
കൂടി 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 tan 270 എത്തുമ്പോൾ അത് വീണ്ടും എന്താകും? ഇൻഫിനിറ്റി ആവും. കാരണം അതിന്റെ എക്സ് കോർഡിനേറ്റ് വീണ്ടും 0 ആയി. എക്സ് 0 ആയാൽ y/x എന്നുള്ളത് ഇൻഫൈനൈറ്റ് ആയി പോകും. അപ്പോൾ വീണ്ടും അത് പോസിറ്റീവ് ആയി, അത് ഇൻഫൈനൈറ്റ് ആയി. അപ്പോൾ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക അല്ലെ. നെഗറ്റീവിൽ നിന്ന് അത് -∞ ആയിരുന്നു, കൂടി +∞ ആയി. ഇനി നമ്മൾ ഫോർത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിക്കുക. ഫോർത്തിൽ എന്ന് പറയുമ്പോൾ വീണ്ടും അതിന്റെ വാല്യൂസ് കൂടുകയാണ്. 270 കഴിഞ്ഞാൽ കൂടുകയാണ്. കൂടുമ്പോൾ അതിന്റെ വാല്യൂ വീണ്ടും കുറഞ്ഞു, നെഗറ്റീവായി. ഇപ്പോഴും നെഗറ്റീവ് തന്നെയാണ്. കാരണം നമുക്കറിയാം ASTZ tan ഫോർത്ത് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. അപ്പോൾ അതനുസരിച്ച് ഇത് വീണ്ടും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. വീണ്ടും അതിങ്ങനെ എത്തി അത് tan 360 എത്തുമ്പോൾ വീണ്ടും അത് 0 ആവും. നമുക്കറിയാം tan 360 എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. 360 എന്ന് പറഞ്ഞാൽ 0യുടെ വാല്യൂ തന്നെയാണ്. അപ്പോൾ tan 3π/2 കൂടെ നമുക്കൊന്ന് എഴുതാം. tan 3π/2 എന്ന് പറഞ്ഞാൽ y/x ആണ്. y എന്ന് പറഞ്ഞാൽ 3π/2 വരുമ്പോൾ 3π/2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇവിടുത്തെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്, x കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ -1/0 ആണ്. അത് -∞ എന്ന് എഴുതാം. ഓക്കെ. ഇനി tan അത് 360 ആവുന്നു എന്ന് വെച്ചാൽ 2π ആണ്. 2π ആകുമ്പോൾ y/x ആണ്. y എന്ന് പറഞ്ഞാൽ 0 ആവും, x എന്ന് പറഞ്ഞാൽ 1 ആവും, വാല്യൂ എന്ന് പറഞ്ഞാൽ വീണ്ടും 0 ആവും. അപ്പൊ നോക്കിക്കോ മക്കളെ, ഇത് ആദ്യം അത് 0യിൽ നിന്ന് ഇൻഫിനിറ്റിയിലേക്ക് എത്തി. പിന്നെ അത് കുറഞ്ഞിട്ട് tan 180 വീണ്ടും 0 ആവും, വീണ്ടും ഇത് -∞ പോയി, വീണ്ടും അത് 0യിലേക്ക് എത്തി. ഈ ഗ്രാഫ് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും ഇങ്ങനെ തന്നെ പോവാം. കണ്ടോ? നിങ്ങൾക്ക് ഗ്രാഫിന്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ആംഗിൾ കൂടി ഒരു റൊട്ടേഷൻ കഴിഞ്ഞു, 2 റൊട്ടേഷൻ കഴിഞ്ഞു, 3 റൊട്ടേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ വാല്യൂസ് ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് അതിനെ ഒന്നും കൂടി അനലൈസ് ചെയ്യാം. ഗ്രാഫ് ഒന്ന് എടുത്ത് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫ് വീണ്ടും അത് ബാക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു -8π മുതലുള്ള വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നതിന്. അപ്പോൾ അതിനനുസരിച്ച് ആ റേഞ്ചിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ ഇന്റർവലും തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫിനെ ഒന്ന് അനലൈസ് ചെയ്യാം. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ -π/2 എന്നുള്ള ആംഗിൾ. ആംഗിളിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. മീൻസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉള്ളത് പോസിറ്റീവും ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഉള്ളത് നെഗറ്റീവ് ആംഗിളുമാണ്. അപ്പം ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനുള്ള ആംഗിൾ ആയതുകൊണ്ടാണ് അത് നെഗറ്റീവ് എന്ന് വന്നിരിക്കുന്നത്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. അപ്പൊ ഇവിടെ ഈ -π/2 +π/2 ഈ ഒരു ഇന്റർവൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ വാല്യൂ -∞ മുതൽ ഇങ്ങനെ കൂടി +∞ പോകുന്നതായിട്ട് കാണാം. അടുത്ത ഈ π/2 3π/2 എന്നുള്ള ഇന്റർവൽ എടുത്തു. π/2 3π/2 ഇവിടെയും ഇത് സെയിം സാധനം റിപ്പീറ്റ് ചെയ്യുന്നു. -∞ നിന്ന് +∞ വീണ്ടും അടുത്ത ഇന്റർവൽ എടുത്തു. 3π/2 to 5π/2 അവിടെയും ഇത് -∞ നിന്ന് കൂടി ∞ പോവാം. അപ്പൊ ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആംഗിൾ എത്ര ആയാൽ പോലും ടാനിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ക്കും +∞ ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ടാനിന്റെ റേഞ്ച് ഒന്ന് പറയാം. ടാനിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ ക്കും +∞ ഇടയ്ക്കുള്ള വാല്യൂ ആണ്. ഡൊമൈൻ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിപ്പോ എല്ലാത്തിനും അടുത്തത് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. -∞ മുതൽ +∞ വരെയുള്ള ഏത് ആംഗിൾ വേണമെങ്കിലും ഈ ഡൊമൈൻ നമുക്ക് എടുക്കാം. തീറ്റയ്ക്ക് എടുക്കാം. തീറ്റയുടെ വാല്യൂ ഏത് വാല്യൂ വേണം. ഇപ്പൊ -30 എടുക്കാം, +30 എടുക്കാം, -180 എടുക്കാം, +180 എടുക്കാം, 270 എടുക്കാം, 360 എടുക്കാം, 720 എടുക്കാം, 540 എടുക്കാം, 4815 എടുക്കാം. ഒന്നും ഒരു പ്രശ്നമല്ല. 2020 എടുക്കാം, നോ പ്രോബ്ലം. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ആംഗിൾ എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഏത് ആംഗിൾ എടുത്താലും എല്ലാത്തിനും നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എല്ലാം ഡൊമൈൻ എന്ന് പറഞ്ഞാൽ -∞ +∞ ആണ്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്ത് വരും? റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയില്ല, മിനിമം വാല്യൂ എന്ന് പറഞ്ഞാലും നമുക്ക് അറിയില്ല. അപ്പോൾ ഇത് ഡൊമൈനും -∞ +∞ ആണ്, റേഞ്ചും
-∞, +∞. ഏത് വാല്യൂ വേണേലും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിന് കിട്ടുന്ന വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. കാരണം 90 എത്തുമ്പോൾ അത് കൈവിട്ട് പോകും. അതുപോലെ തന്നെ അടുത്ത 90യുടെ എല്ലാം നമ്മൾ ഗ്രാഫിൽ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഈ 90യുടെ ഇപ്പോൾ π/2 നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, 3π/2 ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, 5π/2 ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല, 7π/2 ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ π/2ന്റെ മൾട്ടിപ്പിൾസിൽ ഒന്നും ഈ വാല്യൂ ഡിഫൈൻഡ് അല്ല അല്ലെ. അപ്പോ ആ π/2 എന്നുള്ള എക്സാക്ട് പോയിന്റിലാണ് ഇതിന്റെ പ്രശ്നം വരിക. കാരണം എക്സാക്ട് പോയിന്റിന്റെ പ്രത്യേകത എന്താ? അവിടെ നമ്മുടെ യൂണിറ്റ് സർക്കിൾ എടുക്കുമ്പോൾ അതിനകത്ത് എക്സ് കോർഡിനേറ്റ് എന്നുള്ളത് 0 ആയിരിക്കും. അപ്പോൾ y/x എന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരും. ഡിനോമിനേറ്റർ 0 ആണെന്നുണ്ട്. ആ എക്സാക്ട് പോയിന്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിന് തൊട്ടടുത്തുള്ള വാല്യൂവിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് tan 90 എന്ന് പറയുന്നത് 90യിലേക്ക് ഈ ലെഫ്റ്റ് സൈഡിലൂടെ 90യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ +∞ പോകും. ഇനി അതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 90യുടെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 90യുടെ തൊട്ടടുത്തുള്ള 90.00001 എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ 90യുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അത് +∞ ആണ്. അത് അറിയില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വലിയ നമ്പറാണ്. 90യുടെ തൊട്ട് 89.999 എന്ന് പറയുന്ന വലിയ നമ്പർ എടുത്താലും അത് വളരെ ക്ലോസ് ടു ഇൻഫിനിറ്റി. മീൻസ് ക്ലോസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി നമുക്ക് അറിയത്തില്ല. അപ്പോൾ ക്ലോസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇറ്റ്സ് എ ഹ്യൂജ് നമ്പർ ആയിരിക്കും. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇനി 90യുടെ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ 90യുടെ ഇതാണ് π/2ന്റെ റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാലോ റൈറ്റ് സൈഡ് ഈസ് ഇറ്റ് മീൻസ് 90.0001. അവിടെ എടുത്താൽ ദാറ്റ് ഈസ് മീൻസ് നെഗറ്റീവ് ആയിരിക്കും. കാരണം 90+ സംതിങ് ആണ്. 90+ സംതിങ് ലൈസ് ഇൻ ദ സെക്കൻഡ് ക്വാഡ്രന്റിൽ അത് നെഗറ്റീവ് ആണ്. അത് 90- സംതിങ് എന്ന് പറഞ്ഞാൽ ഇത് π/2ന്റെ ലെഫ്റ്റ് സൈഡ് 90 ചെറിയ 89 പോയിന്റ് സംതിങ് അത് വരുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ tan പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് +∞ ആവും. 90+ സംതിങ് എന്ന് പറഞ്ഞാൽ സംതിങ് എന്തുമാത്രം ചെറുതായാൽ പോലും ദാറ്റ് വിൽ ലൈ ഇൻ ദി സെക്കൻഡ് ക്വാഡ്രന്റിൽ tan നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇത് -∞ പോകുന്നത്. വീണ്ടും അത് കുറഞ്ഞ് 0 എത്തി അതിപ്പോൾ 180 ആവും. വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് അത് 3π/2 വരുമ്പോൾ 270 വരുമ്പോൾ വീണ്ടും അത് ഇൻഫിനിറ്റി ആയി പോകും. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. റെപ്പിറ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത് പീരിയോഡിക് ആണ്. പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആണ്. ആഫ്റ്റർ എത്ര ഇന്റർവെല്ലിൽ കഴിയുമ്പോഴാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇവിടെ നമുക്ക് നോക്കാം. -π/2 +π/2 അതിൽ അതേ തന്നെയാണ് π/2 3π/2. അപ്പൊ ഈ ഇന്റർവെല്ലിന്റെ ഗ്യാപ്പ് എത്രയാണ്? ഇതൊരു 90 ആണ്, ഇതൊരു 90 ആണ്. അപ്പൊ 180യിലാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ π ആണ്. നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞ സൈനും കോസും എല്ലാം പീരിയോഡിക് വിത്ത് പീരീഡ് 2π ആയിരുന്നു. 2π കഴിയുമ്പോഴാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ടാന്റെ വാല്യൂസ് π കഴിയുമ്പോൾ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് അതിന്റെ ഗ്രാഫിലേക്ക് വേണേൽ ഒന്നും കൂടെ ഒന്ന് വന്ന് നോക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 0യിൽ നമുക്ക് നോക്കാം. 0യിൽ നിന്ന് ഇത് വാല്യൂ റിപ്പീറ്റ് ചെയ്യാം. നോക്കാം. 0യിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് π/2ന്റെ ഒരു ഇപ്പൊ നമ്മൾ 0 to π ആണ്. π എത്തുമ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോ ചെറുതായിട്ട് പൈയിലെത്തുന്നു. പൈയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഒരു റൊട്ടേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പൈ കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നോക്കിക്കോ, ആ ഗ്രാഫ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക അല്ലെ, റിപ്പീറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, ആദ്യത്തേതിന്റെ അതേ റെപ്പറ്റീഷൻ തന്നെ ഇവിടെ വീണ്ടും വന്നു. അപ്പൊ അത് പോയി. ഇനി അടുത്ത ഒരു അപ്പോൾ ഒരു പൈ ഇത് ഫുള്ളായി, ഒരു പൈ അടുത്തൊരു പൈ ആയി. അപ്പോൾ ഒരു 2π റൊട്ടേഷനായി. ഇപ്പോൾ 2π ആയി, എക്സാക്ട് 2π ആയി. നോക്കിക്കോ, ഈ 2π ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അടുത്ത പൈ വന്നപ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. കണ്ടോ, അത് കഴിഞ്ഞ് അടുത്ത 2π കഴിഞ്ഞ് വരുന്നത് ഇനി വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഒരു പൈ എന്നുള്ള ഇന്റർവെല്ലില് ഒരു π/2 എന്നുള്ള മീൻസ് പൈ ഗ്യാപ്പിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം അല്ലേ. വീണ്ടും നോക്കാം. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും.
യെസ്, ഗ്രാഫിനെ നോക്കിയാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഞാനത് തിരിച്ചൊന്നും കൂടെ ഒന്ന് നെഗറ്റീവ് ഡയറക്ഷനിലൊന്ന് കാണിച്ചു തരാം. ഗ്രാഫിനെയൊക്കെ നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ ഒന്ന് വാച്ച് ചെയ്താൽ മതിയാവും. ഇനി നോക്കൂ, ഇത് ഇവിടെ പോലെ പോവാ. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ ഇത് ഇങ്ങനെ വന്നു, ഗ്രാഫ് കണ്ടോ. ഇപ്പോൾ -π/2 മുതൽ +π/2 വരെ നമ്മുടെ ഗ്രാഫ് ആംഗിൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അത് അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ അത് ആ വാല്യൂ കംപ്ലീറ്റ് ആയി. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത ഗ്യാപ്പിൽ വീണ്ടും അത് താഴേന്ന് വരുന്നത് കണ്ടോ, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. അത് വന്ന് വീണ്ടും അത് അടുത്ത ഒരു ഇന്റർവെല് ഒരു പൈ കണ്ടോ, അടുത്തൊരു പൈ റേഡിയൻ, അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഒരു പൈ, അതിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ആദ്യത്തിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്തു, അത് രണ്ടാമത് വീണ്ടും ആ പൈ റിപ്പീറ്റ് ചെയ്തു, ഇതിങ്ങനെ പോവാം. അപ്പൊ അതുകൊണ്ടാണ് ടാനിന്റെ പീരിയോഡിസിറ്റി എന്ന് പറഞ്ഞാൽ പൈ ആണെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതും കൊണ്ടൊന്ന് എഴുതിക്കോളൂ. ടാൻ ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ. ടാൻ ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് പൈ. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇതുവരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 2π ആയിരുന്നു. ഇനി നമുക്ക് ടാനിന്റെ വാല്യൂ 0 വരുന്ന എവിടെയാന്ന് നോക്കാം. നോക്കിക്കോ മക്കളെ, ടാനിന്റെ വാല്യൂ 0 വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ ഇതാണല്ലോ 0 വരുന്നത്. അപ്പോൾ നോക്കിക്കോളൂ, 0ക്ക് 0 ആണ്, പൈക്ക് 0 ആണ്, 2πക്ക് 0 ആണ്, 3πക്ക് 0 ആണ്. അതായത് പൈയുടെ എല്ലാം ഇന്റഗ്രൽ മൾട്ടിപ്പിൾസിന് അതിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. tan π = 0 മീൻസ് tan θ = 0. tan θ = 0 implies theta is equal to nπ, where n belongs to z. അതായത് n-ന് 0 കൊടുത്തോ 0, n 1 കൊടുത്തോ π, 2 കൊടുത്തോ 2π, 3 കൊടുത്തോ 3π, 4 കൊടുത്താൽ 4π, 5π. ഇവിടെ എല്ലാ വാല്യൂസ് അതായത് π, 2π, 3π, അടുത്ത 4π, 5π, ഇതിനെല്ലാം. ഇനി നെഗറ്റീവ് വാല്യൂസ് കൊടുത്താലും നമുക്കറിയാം അത് -π, -2π, -3π, അവിടെയെല്ലാം അത് വാല്യൂസ് 0 ആണ്. ഓക്കെ. ഇനി മാത്രമല്ല ഇവിടെ ടാൻ 1 വരുന്ന വാല്യൂ നിങ്ങൾ നോക്കി കാണാൻ സാധിക്കും. ഇതാണ് ഈ 1 വരുന്നത്. 1ലും അത് റിപ്പീറ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇത് π/4 ആണ്, നമുക്കറിയാം ഇത് π/4 ആണ്. അടുത്ത വീണ്ടും ഒരു പൈ കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും, π/4. അടുത്തത് ഒരു പൈയും കൂടെ കൂട്ടിയാൽ π + π/4 വെച്ചാൽ 5π/4. അടുത്ത വീണ്ടും ഒരു പൈയും കൂടെ കൂട്ടി കഴിഞ്ഞാൽ 5π/4 വീണ്ടും ഒരു പൈയും കൂടെ കൂട്ടി, കാരണം പീരിയോഡിക് ആയതുകൊണ്ട് അത് ആ പൈ പ്ലസ് ചെയ്യുമ്പോഴെല്ലാം അത് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി tan 90 എന്ന് പറഞ്ഞാലോ, tan 90 നോട്ട് ഡിഫൈൻഡ് ആണ്. π/2 ഡിഫൈൻഡ് അല്ല, 3π/2 ഡിഫൈൻഡ് അല്ല, 5π/2 ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഈ വാല്യൂസിലല്ല ഏതാണ് π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും ഈ വാല്യൂസ് π/2, 3π/2, 5π/2 അങ്ങനെ പോകുന്ന π/2ന്റെ ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും വാല്യൂസ് ഡിഫൈൻഡ് അല്ല. അപ്പൊ അതും കൂടെ എഴുതാം. tan θ is equal to infinity and implies theta is equal to 2n + 1 π/2 odd multiples, n belongs to z. n-ന് 0 കൊടുക്കുകയാണെങ്കിൽ π/2 വരും, n-ന് 1 കൊടുക്കുകയാണെങ്കിൽ 2 × 1 that is 2, 2 + 1 3π/2, 2 കൊടുത്താൽ 2 × 2 2 + 1 2 × 2 4, 4 + 1 5π/2. so π/2 π/2 3π/2 5π/2 7π/2 അങ്ങനെ പോകുന്ന ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും ഇത് ഡിഫൈൻഡ് അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ടാനിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ടാനിന്റെ ഈ ഗ്രാഫ് മനസ്സിലായല്ലോ മക്കളെ? യാ. അപ്പോൾ നമ്മൾ 3 ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിനെ ഇതാണ് ഈ മൂന്ന് ഗ്രാഫുകളാണ് നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. സൈനിന്റെ ഗ്രാഫ്, കോസിന്റെ ഗ്രാഫ്, ടാനിന്റെ ഗ്രാഫ്. സൈനിന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു -1നും +1നും ഇടയ്ക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. മാക്സിമം +1, മിനിമം -1. കോസിൻ്റെത് സെയിം തന്നെയാണ്, -1നും +1നും ഇടയ്ക്കാണ്. ടാനിൻ്റെത് -∞ക്കും +∞ ഇടയ്ക്കാണ് മൂവ് ചെയ്യുന്നത്. ഇതിന്റെ മൂന്നിന്റെയും പീരിയോഡിസിറ്റിയും വ്യത്യാസമുണ്ട്. അപ്പൊ ഞാനത് മൂന്നിന്റെയും കൂടെ ഒരുമിച്ച് നമുക്കൊരു ഗ്രാഫ് ഒന്ന് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ കാണാൻ സാധിക്കും. സൈനും കോസും ടാനും കൂടെ ഒരുമിച്ച് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാഫിൽ അത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ സൈൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ആണ് വിത്ത് പീരിയഡ് 2π ആകുമ്പോൾ, കോസും പീരിയോഡിക് വിത്ത് പീരിയഡ് 2π ആകുമ്പോൾ, ടാൻ ഈസ് പീരിയോഡിക് വിത്ത് പീരിയഡ് π ആണ്. ഈ കാര്യമാണ് ഇതിനകത്ത് വ്യത്യാസമായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ tan 90 ഒന്നും 90യുടെ ഓഡ് മൾട്ടിപ്പിൾസിലൊന്നും
ടാൻ ഡിഫൈൻഡ് അല്ല. സൈനും കോസും 0യ്ക്കും 1നും മീൻസ് -1നും +1നും ഇടയ്ക്ക് ഡിഫൈൻ. അതാണ് അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ടാൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ +∞ ആണ്. അപ്പൊ ഇതും ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് മനസ്സിലാകുന്നതാണ് വരെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ശൈലിയിൽ അതൊന്ന് നിങ്ങളുടെ മനസ്സിൽ അത് രൂഢമൂലമാകുന്നത് വരെ അതൊന്ന് നന്നായിട്ട് വീണ്ടും വീണ്ടും വീഡിയോസ് കാണുക. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറി ഭാഗങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക, സൗഖ്യമായിട്ടിരിക്കുക. So for the time being, let's say goodbye.